ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 13 തീയതിയാണ് വരുധിനി ഏകാദശി. ഏകാദശി വ്രതം 3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി. ഏപ്രിൽ 12 തീയതിയാണ് ദശമി. ദശമി ദിവസം ഒരിക്കലാണ്. അന്ന് രാവിലെ ഫ്രൂട്ട്സോ ഗോതമ്പിലുള്ള ഏതെങ്കിലും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റേത് ധാന്യങ്ങൾ വേണമെങ്കിലും കഴിക്കാം. എന്നാൽ അരി ആഹാരം, പച്ചരിച്ചോറ് ഉച്ചയ്ക്ക് മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് ഒരിക്കലൂണ് എന്ന് പറയുന്നത്. ദശമി ദിവസം രാത്രിയിലെ ഭക്ഷണം വൈകുന്നേരം 5 മണിക്കകം കഴിക്കുക. അരി ഒഴിച്ചുള്ള മറ്റു ധാന്യങ്ങളിലുള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ രാത്രിയിൽ പാലും ഫ്രൂട്ട്സും കഴിക്കാം. ഈ 3 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവത് നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. പകലുറക്കം, സഹശയനം എന്നിവ പാടില്ല. ഒറ്റയ്ക്ക് കിടക്കുക. ഏകാദശി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ഭഗവാനെ അലങ്കരിച്ച് 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമം, ശ്രീമദ് നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം എന്നിവ പാരായണം ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ പുണ്യമാണ്. ഏകാദശി വ്രതം പൂർണ്ണ ഉപവാസമായി എടുക്കാം. അതായത് നിർജ്ജലമായി, ജലം പോലും എടുക്കാതെ. ജലം മാത്രം കുടിച്ചും ഏകാദശി അനുഷ്ഠിക്കാം. എന്നാൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. മിതമായി ഏകാദശി വ്രതഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശിക്ക് അരി, ഗോതമ്പ്, മറ്റുള്ള ധാന്യങ്ങൾ ഇവ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. ഉള്ളി, വെളുത്തുള്ളി എന്നിവയും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ്, പാല്, പാലുൽപ്പന്നങ്ങൾ, ചൗവരി, വെജിറ്റബിൾസ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി എന്നിവ കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം കഴിക്കാമെങ്കിലും എല്ലാം മിതമായി മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഉപവാസം എന്നാൽ ഭഗവാനുമായി അടുക്കുക എന്നതാണ് അർത്ഥം. ഭഗവത് നാമങ്ങൾ ജപിച്ച് മിതമായി ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹരിവാസര സമയം. ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഹരിവാസര സമയം ആരംഭിക്കുന്നത് ഏകാദശി ദിവസം, അതായത് 13 തീയതി രാത്രി 7:08 ആരംഭിച്ച് പിറ്റേ ദിവസം, അതായത് 14 തീയതി രാവിലെ 6:52 അവസാനിക്കുന്നു. ഏകാദശി ദിവസം രാത്രി ജാഗരണത്തോടുകൂടി, അതായത് ഉറക്കമൊഴിഞ്ഞ വ്രതം അനുഷ്ഠിക്കുന്നത് ഏകാദശി വ്രതത്തിൻ്റെ ഫലം ഇരട്ടിക്കും. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലും വെജിറ്റേറിയനായി ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏകാദശി ദിവസം 13 തീയതി പുലർച്ചെ 1:16 ആരംഭിച്ച് 14 തീയതി പുലർച്ചെ 1:08 അവസാനിക്കുന്നു. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. അതുകൊണ്ട് തന്നെ ദശമി ദിവസം 12 തീയതി തുളസിയിലകൾ പറിച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് വരുധിനി ഏകാദശിയുടെ വ്രതകഥ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മാഹാത്മ്യം എന്താണെന്നും മനസ്സിലാക്കാം. വരുധിനി ഏകാദശിയുടെ വ്രതകഥയെക്കുറിച്ചും ഈ ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും യുധിഷ്ഠിരനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറയുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നർമ്മദ നദിയുടെ തീരത്ത് മാന്ധാത എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ ദയാലുവും സ്നേഹസമ്പന്നനും ധർമ്മിഷ്ഠനും ഭഗവത് ഭക്തനുമായിരുന്നു. തൻ്റെ മുജ്ജന്മ പാപങ്ങൾ നശിക്കുന്നതിനായി രാജാവ് കാട്ടിൽ പോയി തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഒരു ദിവസം ഒരു കരടി വന്ന് രാജാവിൻ്റെ കാലിൽ കടിക്കുവാൻ തുടങ്ങി. വേദന സഹിച്ച് അദ്ദേഹം തപസ് മുടക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കരടി കാല് കടിച്ചു മുറിച്ചു. വേദന സഹിച്ച രാജാവ് തപസ് മുടക്കാതെ വീണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കരടിയെ വധിച്ചു. ഭഗവാനെ കണ്ട രാജാവ് സങ്കടവും സന്തോഷവും കൊണ്ട് ഇപ്രകാരം ചോദിച്ചു, എനിക്കെന്താണ് ഭഗവാനെ ഇങ്ങനെ സംഭവിച്ചത്?
ഭഗവാൻ പറഞ്ഞു, അല്ലയോ രാജാവേ, മുജ്ജന്മങ്ങളിലെ കർമ്മഫലമാണ് ഇവിടെ അനുഭവിച്ചത്. കർമ്മഫലമായി ഉണ്ടായ ആർജിത പാപങ്ങൾ നശിക്കുവാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ ഭഗവാൻ രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു. ഈ വരുന്ന വരുധിനി ഏകാദശി ആചാര അനുഷ്ഠാനങ്ങളോടെ ആചരിക്കുവാൻ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് വരുധിനി ഏകാദശി ആചരിച്ചു. അതിൻ്റെ ഫലമായി മുറിവ് ഉണങ്ങുകയും എല്ലാ രോഗങ്ങളും മാറി. വളരെ സന്തോഷത്തോടെ രാജാവ് ജീവിക്കുകയും ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. ഇതാണ് വരുധിനി ഏകാദശിയുടെ വ്രതകഥ. ഏകാദശിക്കും ദ്വാദശിക്കും വ്രതകഥ കേൾക്കുന്നതോ പറഞ്ഞു കൊടുക്കുന്നതോ വളരെ ശ്രേയസ്കരമാണ്. ഇനി ഏകാദശിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം. മറ്റുള്ള വ്രതങ്ങളെല്ലാം തന്നെ നാം ജീവിച്ചിരിക്കുമ്പോൾ സകല സൗഭാഗ്യത്തോടെ ജീവിക്കുന്നതിനും അല്ലെങ്കിൽ ദീർഘസുമംഗലിയായിരിക്കുവാനും സന്താനങ്ങളുടെ ശ്രേയസ്സിനായോ അല്ലെങ്കിൽ സന്താന സൗഭാഗ്യത്തിനായോ നാം ഓരോ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു. എന്നാൽ ഏകാദശി വ്രതം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഓരോ ഏകാദശിയും ഓരോ പ്രത്യേകത നിറഞ്ഞതാണ്. നാം ഓരോ ജന്മങ്ങളിലും ആർജിച്ച നമ്മുടെ കർമ്മഫലം, അതിൽ പാപവും ഉണ്ടാകും പുണ്യവും ഉണ്ടാകാം. ഇതിൻ്റെ ഫലമായി നാം വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ജനന മരണ ചക്രങ്ങളിൽ കിടന്ന് നാം കറങ്ങുകയാണ്. ഇതിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള മാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശി വ്രതാനുഷ്ഠാനം. ശ്രീഹരിയെ ഭജിക്കുന്നതും ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസവും 108 ജപിക്കുന്നതും കർമ്മഫലങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നിഷ്കാമകർമ്മം ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഫലം ഇച്ഛിക്കാതെ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താലാണ് അത് നിഷ്കാമകർമ്മമായി മാറുന്നത്. ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കർമ്മം ഞാൻ ചെയ്യുന്നു. ഇത് കർമ്മഫലം കുറയ്ക്കുവാൻ സഹായിക്കും. വരുധിനി ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരാളുടെ പാപങ്ങൾ നശിക്കുന്നു. തീരാ ശാപങ്ങൾ ഏതെങ്കിലും ജന്മങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നശിക്കുന്നു. മാറാരോഗങ്ങൾ മാറുന്നതിനും വരുധിനി ഏകാദശി വ്രതം ഏറെ ഫലം ചെയ്യുന്നതാണ്. ഏകാദശിക്ക് ദാനം ചെയ്യണം. ജലദാനം, അന്നദാനം, വിദ്യാദാനം. ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുന്നതാണ് വിദ്യാദാനം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഇഹലോകത്തിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിതാവസാനത്തിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം. വൃദ്ധർ, കൊച്ചുകുട്ടികൾ, രോഗികൾ ഇവരാരും തന്നെ ഏകാദശി വ്രതം ഉപവാസമായി അനുഷ്ഠിക്കേണ്ടതില്ല. സസ്യാഹാരം കഴിച്ച്, ഭക്ഷണം കഴിച്ച്, ശുദ്ധമായ വസ്ത്രം ധരിച്ച്, കുളിച്ച്, ഭഗവത് നാമങ്ങൾ ജപിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ഏകാദശി വ്രതം പൂർണ്ണമായി എടുത്തതിൻ്റെ എല്ലാ പുണ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ്. പീരീഡ്സ് പുലവാലായ്മ ഉള്ളവർ കുളിച്ച് വൃത്തിയായി ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഭഗവത് നാമങ്ങൾ ജപിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. എന്നാൽ വിളക്ക് കത്തിക്കുകയോ വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുവാനോ പാടില്ല. അവർക്ക് പ്രത്യേകമായി മുറിയിലിരുന്ന് ഭഗവത് നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഉപവാസം അവസാനിപ്പിക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ശുദ്ധമായ ജലം കുടിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കാം. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണ സമയം. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണ വീടുക എന്നത്. 13-ാം തീയതി ഏകാദശി, 14-ാം തീയതി പാരണ വീടുന്ന സമയം രാവിലെ 6:57-നും 10:20-നും മധ്യേ. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നതാണ് പാരണ വീടുക എന്നത്. 13-ാം തീയതി ഏകാദശി, 14-ാം തീയതി പാരണ വീടുന്ന സമയം രാവിലെ 6:57-നും 10:20-നും മധ്യേ. 14-ാം തീയതി രാവിലെ പാരണ വീടുന്ന സമയത്ത്
ഭഗവത് നാമങ്ങൾ ജപിച്ച് വ്രതകഥ കേട്ട് പാരണ വീടാവുന്നതാണ്. തുളസിതീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം ധാന്യങ്ങൾ ഏതെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും വൈരസിനി ഏകാദശി വ്രതം ആചാരാനുഷ്ഠാനങ്ങളോടെ ആചരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.